ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യും. കാശ്മീര ബിൽഡേഴ്സ്. ഹായ്, കടന്നു വരാം. ഞാൻ മനുമോഹൻ ഫ്രം കാശ്മീര ബിൽഡേഴ്സ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹോസാന ഡെന്റൽ ഹോസ്പിറ്റലിൻ്റെ ഒരു പുതിയ ക്ലിനിക്കിലേക്കാണ്. നമ്മൾ നേരത്തെ കിളമ്പുള്ള ഉണ്ടായിരുന്ന ക്ലിനിക്ക് പുതിയ ബിൽഡിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ റിസപ്ഷൻ ഏരിയ. അടുത്തതായിട്ടുള്ളതാണ് നമ്മുടെ ക്ലിനിക്കൽ ഏരിയ. ഇതാണ് നമ്മളുടെ മെയിൻ ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ 2 ക്ലിനിക്കൽ ഡെന്റൽ ചെയറുകളാണ് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ടേബിളൂടെ ഈ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഡെന്റൽ ചെയറുകളുടെ എല്ലാ ലൈൻസും ഇതിനകത്തൂടെ കൺസീവ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിനകത്തൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പേസ് കുറഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഡിസൈനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ 2 ഏരിയ കൂടാതുള്ള ഒരു സ്പേസാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഭാഗമാണ്. ആ ഒരു സ്പേസിലാണ് നമ്മളെ ഇൻവെർട്ടറും ബാക്കി കാര്യങ്ങളും കൂടാതെ ടോയ്ലറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് ഏരിയ എന്ന് പറയുന്നത്. വളരെ ചെറിയ സ്പേസാണ്. ആ റിസപ്ഷൻ്റെ പുറകിലുള്ള ആ സ്ഥലമാണ് നമ്മൾ വളരെ ചെറിയ ഒരു സ്പേസ് അതിനകത്ത് യൂട്ടിലൈസ് ചെയ്തത്. നമ്മുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ടേബിളാണ്. പൊതുവേ സ്പേസ് കുറഞ്ഞൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ സ്പേസുകളും നമ്മൾ യൂട്ടിലൈസ് ചെയ്ത്. ഇതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ബുക്ക് ഷെൽഫ്. ഇവിടെ ചെറിയൊരു സ്പേസ് നമുക്ക് ലഭിച്ചപ്പം ആ സ്പേസിനൊത്ത് നമ്മുടെ ബുക്ക് ഷെൽഫും അത്യാവശ്യം ക്യൂരിയസും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കബോർഡ്. ഇതാണ് ഡോക്ടർ റിനു, ഡോക്ടർ റോമിക. ഇവിടെയാണ് ഈ ക്ലിനിക്ക്. അപ്പോൾ ഈ ക്ലിനിക്ക് ഞാൻ ഫുള്ളി മനുഷ്യരുടെ കാശ്മീര ബിൽഡേഴ്സിനാണ് ഏൽപ്പിച്ചത്. ഈ ഇപ്പം കാണുന്നത് എന്താണെന്നുള്ളതും കറക്റ്റ് അറിയണം. ഇതിൻ്റെ പ്രീവിയസ് ബിൽഡിങ്ങിൽ എങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. ആ ഒരു ബിൽഡിംഗ് ഇങ്ങനെ മാറിയെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. ഇതൊരു പെയ്ഡ് കമൻ്റ് അല്ല, കാരണം മനസ്സിൽ നിന്നുള്ളൊരു കമൻ്റ്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അവരത് ചെയ്തത്. പ്രത്യേകിച്ച് ഒരു ചെറിയൊരു വർക്കർ മുതലാണെങ്കിൽ പോലും അവർ വളരെ സിൻസിയർ ആയിട്ട്, ഇപ്പം മീൻസ് എൻ്റെ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു ലാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യത്തില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ഈവൻ ക്ലീനിങ് ആണെങ്കിൽ പോലും എന്തൊക്കെ ചെയ്യാറുണ്ടോ. ഇപ്പം TV-യുടെ ആണെങ്കിൽ പോലും ഒരു വയറ് പോലും പുറത്ത് കാണുന്നില്ല. ഏജ് ആൻഡ് എവരി ഏതൊക്കെ ചെയ്തു അതെല്ലാം പെർഫെക്ഷൻ എൻ്റെ മാക്സിമം കൊണ്ടുവരാൻ. ഇതിപ്പം എൻ്റെ ഒരു സെക്കൻഡ് അനുഭവമാണ്. ഫസ്റ്റ് ക്ലിനിക്ക് ചെയ്തപ്പോഴും മനുഷ്യട്ടം തന്നെയായിരുന്നു. സെക്കൻഡ് ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ആവശ്യം വന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത. അപ്പം ഞാൻ ഇന്ന് ആ ഫ്രണ്ടിനെ മെസ്സേജ് അയച്ചു, നീ സജസ്റ്റ് ചെയ്തതിൽ ഒരു താങ്ക്സ്. അന്ന് തുടങ്ങിയതാ, ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത്, ഞാൻ ആ ക്ലിനിക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉപയോഗിച്ച സാധനങ്ങളാണ് കൂടുതൽ ഇവിടെ കൊണ്ടുവന്നത്. അന്ന് ചെയ്ത ഫർണിഷിങ് ചെയ്ത സാധനത്തിന് ഇപ്പോഴും ഒരു കേടുപാട് പോലും പറ്റിയിട്ടില്ല. സാധാരണ നമ്മൾ കോൺട്രാക്ട് വർക്ക് കൊടുക്കുമ്പോൾ അത് ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് അതൊക്കെ ഇട്ട് ചെയ്യും എന്നുള്ളൊരു പൊതുവെ ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷെ അത് തെറ്റായ ധാരണയാണ്. എല്ലാവർക്കും ആയിരിക്കും, പക്ഷേ എനിക്കത് തെറ്റായ ധാരണയാണ് മനസ്സിലായി. കാരണം അന്ന് ഉപയോഗിച്ച സാധനങ്ങൾ ഞാൻ ഇപ്പോഴും ഇവിടോട്ട് ഇളക്കി മാറ്റി പുതിയതായിട്ട് ചെയ്യുമ്പോഴും അതിപ്പോഴും ആ ഫ്രഷ്നെസ് തന്നെ നിൽക്കുന്നുണ്ട്. ഒന്ന് വാഷ് ചെയ്യേണ്ടി പോലും ജസ്റ്റ് തുറച്ചപ്പോൾ പോലും ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അത് പറയേണ്ട ഒരു കാര്യം. പിന്നെ 2 വർക്കേഴ്സ്, പ്രായമായവരാണെങ്കിലും അവരുടെ ചെറുപ്പക്കാരാണെങ്കിലും എല്ലാവർക്കും ഒരേ പക്വത, അത് എടുത്തു പറയണം. ചെറുപ്പക്കാരാണെങ്കിൽ പോലും അവർ നല്ലൊരു പക്വത, നമ്മളടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി നമ്മൾ വേറൊരു വർക്കേഴ്സ് ചെല്ലുമ്പോൾ അത് അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് അവരോടൊരു റെസ്പെക്ട് തോന്നുന്ന രീതിയിൽ അവർ നമ്മളോട് വർക്ക് ചെയ്യും. ഞാൻ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യും. കാശ്മീര ബിൽഡേഴ്സ്, മനു. താങ്ക് യു. എന്നെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ക്ലിനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അത്രേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നമുക്ക് കുറച്ചുകൂടെയൊക്കെ പറ്റും എന്നുള്ളൊരു ചിന്തയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലിനിക്ക് കാണുമ്പോൾ തന്നെ പുതിയൊരു അനുഭവമാണ് തോന്നുന്നത്. കാരണം മറ്റേ ക്ലിനിക്കിനെ അപേക്ഷിച്ച് എനിക്ക് ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, ഇങ്ങനെയാണ്, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആവും എന്നുള്ളൊരു രീതിയിൽ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ നമ്മുടെ ആ ഒരു ക്ലിനിക്കിന്റെ ആ ഒരു സെറ്റപ്പേ മാറ്റി. അത് ശരിക്കും ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒത്തിരി എന്താ പറയാ മെയിലായിരുന്നു. ഞങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷനെക്കാളും കൂടുതലായിട്ട് ഇവിടെ വന്ന മാറ്റങ്ങളുണ്ട്. കാരണം മറ്റേ ക്ലിനിക്കും ചേട്ടൻ തന്നെ ആയിരുന്നു ചെയ്തത്, കാശ്മീര ബിൽഡേഴ്സ് തന്നെ ആയിരുന്നു ചെയ്തിരുന്നത്. അവിടെ ചെയ്തതിനേക്കാളും ഫാർ 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 ബെറ്റർ ആയിട്ട്, അതായത് കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ എല്ലാ സെറ്റിങ്സ് ആയാലും ലൈറ്റിംഗ് ആയാലും കാര്യങ്ങളായാലും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് കുറച്ചുകൂടെ നന്നായി ചെയ്തതുപോലെ തോന്നി. അതിന് ഒരുപാട് വലിയ താങ്ക്സ് ഉണ്ട്. കാരണം അത് എനിക്കൊരു വലിയ ചേഞ്ച് ആയിരിക്കും, എൻ്റെ ക്ലിനിക്കിന് അതൊരു വലിയ ചേഞ്ച് ആയിരിക്കും എന്ന് തോന്നുന്നു.